2024 അവസാനിക്കാറായി. ഇനി വെറും 15 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്താണ് മലയാളികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന മാർക്കോ എന്ന സിനിമ റിലീസാകാൻ പോകുന്നത്. ഇന്ത്യൻ സിനിമാ ലോകം ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമകളിൽ 3-ാം സ്ഥാനത്താകാൻ മാർക്കോയ്ക്ക് സാധിച്ചു. ബേബി ജോണിന്റെ തൊട്ടു പിന്നിലായിട്ടാണ് മാർക്കോ 3-ാം സ്ഥാനം എത്തിയിട്ടുള്ളത്. സിനിമാ ജീവിതത്തിൽ ഉണ്ണിമുകുന്ദന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും ഹൈപ്പിൽ ഇറങ്ങുന്ന സിനിമയാണ് മാർക്കോ. മിഖായേൽ എന്ന സിനിമയിലെ മാർക്കോ എന്ന കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് ആണ് ഈ ഒരു സിനിമ. ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഈ വർഷം 2 ഹിറ്റുകൾ നൽകി കഴിഞ്ഞു. ജയഗണേഷ് എന്ന ചിത്രവും ഗരുഡൻ എന്ന തമിഴ് ചിത്രവും. എന്നാൽ മാർക്കോ നല്ല അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ വലിയൊരു പാൻ ഇന്ത്യൻ ഹിറ്റ് തന്നെ ആകാൻ സാധ്യതയുള്ള സിനിമയാണ്. അത്രയും ഹൈപ്പാണ് സിനിമയ്ക്കുള്ളത്. അതുപോലെ ARM എന്ന സിനിമയിലൂടെ ടൊവിനോ തോമസ് 100 കോടി ക്ലബിൽ കയറിയ പോലെ ഉണ്ണിമുകുന്ദനും മാർക്കോ എന്ന സിനിമയിലൂടെ 100 കോടി ക്ലബിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ തീർച്ചയായും പടം ഗംഭീര ലെവലാകുമെന്ന് എന്നാണ് തോന്നുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഇനി 5 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഡിസംബർ 20-ന് ക്രിസ്മസ് റിലീസായി സിനിമ തിയേറ്ററുകളിലെത്തും. എന്തായാലും ഉണ്ണിമുകുന്ദൻ മെഷ്യൻ കണ്ണുമായി നിൽക്കുന്ന പോസ്റ്ററൊക്കെ ഭയങ്കര വൈറലായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് ഈ മാർക്കോ എന്ന സിനിമ. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ 5 ഭാഷകളിലായി ചിത്രം എത്തും. നേരത്തെ സിനിമയുടേതായി പുറത്തിറങ്ങിയ ടീസറും പോസ്റ്ററും അതുപോലെ പാട്ടുമെല്ലാം ഇതിനോടകം തന്നെ സിനിമയുടെ ഹൈപ്പ് വല്ലാതെ കൂട്ടിയിട്ടുണ്ട്. നമ്മളുടെ എല്ലാം പ്രതീക്ഷ കൂട്ടാൻ ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് പറയാതെ വയ്യ. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലാണ് സിനിമ റിലീസിന് ഒരുങ്ങുന്നത്. ഈ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഹിറ്റുകൾ ലഭിച്ച വർഷമായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ 500 കോടി ക്ലബിൽ എല്ലാ മലയാള സിനിമയും നമ്മളെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. 500 കോടി ക്ലബിൽ കയറാൻ മലയാള സിനിമകളെല്ലാം കൂടി നമ്മളെ സഹായിച്ചിരുന്നു. അതായത് അത്രയും ഹിറ്റുകളായിരുന്നു ഈ ഒരു വർഷം നമുക്ക് കിട്ടിയത്. എന്നാൽ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ്, ഒരു സിനിമ മാത്രം 500 കോടി ക്ലബിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലൂടെ നമുക്കത് സാധ്യമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.